മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല പണവും വഴിവരുന്ന സമ്പത്ത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ സംഭവം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെടണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ സുരേന്ദ്രൻ. മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല പണവും വഴിവരുന്ന സമ്പത്ത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ കേരള മന്ത്രിസഭ തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കള്ളക്കടത്ത് വഴി വന്നിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ബിജെപിക്ക് ചോദിക്കാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് എത്ര കേസുകൾ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്? രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ കേസുകൾ എവിടെ എത്തി എന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്താൻ തയ്യാറാക്കണം. മറ്റൊന്ന്, വളരെ ഗൗരവമുള്ള വിഷയമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ ഇത്രയും രൂക്ഷമായ രീതിയിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കേരള മന്ത്രിസഭ ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെടാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തയ്യാറാകണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 150 കിലോ സ്വർണവും 123 കോടി രൂപയുടെ ഹവാല പണവും രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടും ഇതിന്റെ പേരിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ നാളിതുവരെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഒരു പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചു, INL. ആ INLനെ ആദ്യമായി കൂട്ടുപിടിച്ചത് CPM ആണ്. ഭീകരവാദ പ്രസ്ഥാനങ്ങളെ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായി പരസ്യമായും രഹസ്യമായും കൂട്ടുചേർന്നിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കൾ ഇന്ന് CPMന്റെ സഹയാത്രികരായിട്ട് നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ CPMനുണ്ട്. അതുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ CPMഉം UDFഉം മത്സരിക്കുകയാണ് ചെയ്യുന്നത്. ജില്ലയിൽ തീവ്രവാദ പ്രവർത്തനം RSSനെ ചൂണ്ടിക്കാട്ടി ഭീകരവാദികൾക്ക് സംരക്ഷണ സൃഷ്ടിക്കുന്ന നിലപാടാണ് UDFഉം CPMഉം സ്വീകരിക്കുന്നതെന്ന് എടപ്പാളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ BJP തവനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് M നടരാജൻ എന്നിവർ ആരോപിച്ചു. എടപ്പാൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.